ഇന്ന് നമുക്ക് കട അവധിയാണേ. കാരണം വേറെ 2-3 അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകേണ്ടതുകൊണ്ട് ഇന്ന് കടയ്ക്ക് ഞാൻ അവധി കൊടുത്തു. അപ്പം രാവിലെ അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ താമസിച്ച് എഴുന്നേറ്റത്. അപ്പം രാവിലെ നമുക്ക് പണിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമുണ്ട്. കാരണം കടയിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് രാവിലെ ഈ സമയത്തൊന്നും നിലത്ത് നിൽക്കാനുള്ള സമയം കിട്ടത്തില്ല. കടയിലോട്ട് പോകാനുള്ള സാധനങ്ങൾക്ക് റെഡിയാക്കണ്ടേ. കാരണം പരിപ്പ് അരയ്ക്കണം, ഉഴുന്നരയ്ക്കണം, പിന്നെ ബോണ്ടയുടെ മാവ് റെഡിയാക്കണം, പിന്നെ ഏത്തയ്ക്കാപ്പം, പിന്നെ ബജ്ജി, അങ്ങനെ കുറേ നമുക്കൊരു 6-7 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പരിപാടി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ കടയിൽ നിന്ന് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 7:30-8 മണിയൊക്കെ ആവുമേ. അന്നേരമാണ് ഞാൻ വൈകുന്നേരത്തെ ഇവിടെ ആർക്കും ചോറൊന്നും വേണ്ട. അപ്പം എല്ലാം ചപ്പാത്തി വല്ലതും ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ വൈകുന്നേരം ചപ്പാത്തിയും അതിനുള്ള എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കും. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ വൈകുന്നേരം വന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കടയിലുണ്ടാക്കുന്ന പലഹാരങ്ങളുടെയൊക്കെ റെസിപ്പിയൊക്കെ ഞാൻ വഴി ഇടാവേ. അപ്പം ഏത്തയ്ക്കാപ്പമൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർ വീഡിയോ കയറി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ബജിക്കടയിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് തന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ബജിക്കടയിൽ ഞാൻ വലിയൊരു അളവിലായിരിക്കും മാവൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ചെറിയ അളവിൽ മാവൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിലൂടെ പറഞ്ഞു തരാവേ. ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്ക് പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത്. പരിപ്പ് കറിയും പിന്നെ ബീട്രൂട്ട് തോരനുമാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും മീനാണ് ഇഷ്ടം. അപ്പം മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിന്ന് കുറച്ച് ഉണക്കമീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് കറി നമ്മൾ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കറി വാങ്ങി വെച്ചു. പിന്നെ ബീട്രൂട്ട് അപ്പുറം അടുപ്പിൽ നിന്ന് വേവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കമീൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് വറുത്തെടുക്കാം. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രൈപോഡ് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാവേ. കാരണം എനിക്കിവിടെ വീഡിയോ എടുത്തു തരാനൊക്കെ രാവിലത്തെ തിരക്കിനിടയ്ക്ക് ആരും ഇല്ല വീഡിയോ ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടയിൽ ചെന്നാലും നമുക്ക് വീഡിയോ ഒന്നും എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ട്രൈപോഡുണ്ടെങ്കിൽ നമുക്കങ്ങനെ വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ കടയെപ്പറ്റി പറഞ്ഞില്ലല്ലോ. എനിക്കുള്ളതൊരു ബജിക്കടയാണേ. ഞാനും ഹസ്ബൻഡും കൂടിയാണ് ബജിക്കട നടത്തുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 8 വർഷമായി ബജിക്കട നടത്താൻ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങളുടെ കട എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മണർകാട് ബൈപ്പാസ് റൂട്ടിൽ തിരുവഞ്ചൂർ എന്ന സ്ഥലത്താണ്. അതായത് 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞൊരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട് വഴിയരികിലെ. അപ്പോൾ അതിൻ്റെ കഴിച്ച കാലം മുന്നോട്ട് വരുമ്പോഴത്തേക്കും രാജേഷ് മെറ്റൽസ് എന്ന് പറഞ്ഞൊരു ഇരുമ്പടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് നമ്മുടെ കട വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുവഴിയൊക്കെ പോകുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ഇതുവഴി പോകുന്നവർ നമ്മുടെ കടയിൽ കയറിയിട്ട് നമ്മുടെ ബജിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണേ. നിങ്ങൾ നേരത്തെ നമ്മുടെ കടയിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാവേ. അപ്പം ഇതുവഴി പോകുന്നവർ നമ്മുടെ കടയിൽ കയറാൻ മറക്കണ്ട കേട്ടോ.